കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് പ്രവർത്തകനെ CPM ബ്രാഞ്ച് സെക്രട്ടറി മർദ്ദിച്ചു എന്ന് പരാതി. 74-കാരനായ നാരായണനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് കുമാറിനെതിരെ കേസെടുത്തു. UDF സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ പ്രചാരണത്തിന് അനീഷ് വാഹനം നൽകിയെന്ന് നാരായണൻ ആരോപിച്ചതിന് പിന്നാലെയാണ് ഈ മർദ്ദനം. അനീഷ് വാഹനം കൊടുത്തു. CPM സ്ഥലം പഞ്ചായത്ത് മെമ്പറും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. അതുകൊണ്ട് ഞാൻ അത് യഥാർത്ഥ പാർട്ടിയുടെ അച്ചടക്ക ലംഘനമാണ് എന്ന് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭീഷണിയും എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ഇതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല ഭീഷണിയാണ്. വിജീഷ്, ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? നഫൽ, ഇത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. മലപ്പട്ടം പഞ്ചായത്തിലുള്ള കൊളന്ത എന്ന് പറയുന്ന സ്ഥലത്തെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് കുമാറിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. അനീഷ് കുമാർ കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാഹനം TK ഗോവിന്ദന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൊരു ആക്ഷേപം ഈ പറയുന്ന മർദ്ദനത്തിനിരയായ നാരായണൻ എന്ന് പറയുന്ന ആൾ ഉന്നയിച്ചിരുന്നു. 74 വയസ്സുകാരനായ നാരായണൻ ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്കും അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ 7:30ക്കും നാരായണന് നേരെ മർദ്ദനം നടന്നത്. ആദ്യത്തെ മർദ്ദനം 20-ാം തീയതി മലപ്പട്ടം സെന്ററിനടുത്തുള്ള SBI ATMന്റെ സമീപത്തുള്ള ലോട്ടറി സ്റ്റാളിനടുത്ത് വെച്ചും അടുത്ത ദിവസം ബുധനാഴ്ച രാവിലെ 7:20-ന് കൊളന്ത UP സ്കൂളിന് സമീപത്ത് വെച്ചുമാണ് മർദ്ദനം നടന്നത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അനീഷ് കുമാർ ഇയാളെ തടഞ്ഞു വെക്കുകയും തുടർന്ന് കൈകൊണ്ട് മർദ്ദിക്കുകയും നിലത്ത് തള്ളിയിടുകയും ചെയ്തു. അങ്ങനെ പരിക്കേറ്റു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മയ്യിൽ പോലീസ് അനീഷ് കുമാറിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നൗഫൽ. കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് പ്രവർത്തകനെ CPM ബ്രാഞ്ച് സെക്രട്ടറി മർദ്ദിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് വിജീഷ് ഗോവിന്ദ് നൽകിയത്.